ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ബാസിലാരോഫൈസയാണ്. അപ്പോൾ ബാസിലാരോഫൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൽഗൽ ഗ്രൂപ്പ് പോപ്പുലറി നമുക്ക് അറിയപ്പെടുന്നത് ഡയാറ്റംസ് എന്ന് പറഞ്ഞിട്ടാണ്. ഡയാറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസ്ട്രിയൽ അഥവാ അക്വാട്ടിക് ആയിട്ടുള്ള 2 ഫോംസിലും കാണപ്പെടുന്നുണ്ട്. ചില ഡയാറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെറൈൻ പ്രോട്ടോസോവൻസിലും അവർ സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നുണ്ട്. അത് അവർക്ക് ചെയ്യുന്നു, ഇത് ഓർഗാനിക് കാർബൺ ഹോസ്റ്റിന് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയാറ്റംസിന് ഹാവ് എ വെരി ലോങ് ഫോസിൽ റെക്കോർഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഫോസിൽ ടൈപ്പ് ഓഫ് നമുക്ക് അതിൽ കൺസിഡർ ചെയ്യാം ഡയാറ്റംസിനെന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സാണ് പറയുന്നത്. അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സിൽ ഫസ്റ്റ് വരുന്നതാണ് അത് ഡിപ്ലോയിഡ് ആണ്, യൂണിസെല്ലുലർ ആണ്, അല്ലെങ്കിൽ കൊളോണിയൽ താലസായിട്ടായിരിക്കും അത് കാണപ്പെടുന്നുണ്ടാവുക. പിന്നെ ഇതിൻ്റെ സെൽ വോൾ ഒരു ഷെല്ല് പോലെ ആയിരിക്കും ഉണ്ടാവുക. അതൊരു ഓർണമെൻറ്റേഷൻ കാണിക്കുന്നുണ്ടായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന് സ്ട്രോങ് ആൻഡ് ഹാർഡായിട്ടുള്ളൊരു എൻകേസ്മെൻറ്റ് പറഞ്ഞ ഒരു കവറിങ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ഫ്രസ്റ്റ്യൂൾ അല്ലെങ്കിൽ ടെസ്റ്റ എന്നാണ് പറഞ്ഞത്. അതിന് 2 ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഹാവ്സ് കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ സെൽ വോളിൻ്റെ കമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കയും മാംഗനീസും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് സെല്ലുലോസും അല്ല, സാധാരണഗതിയിൽ സെല്ലുലോസാണ് നമ്മൾ പൊതുവെ പറയാറ്, പക്ഷേ ഇവിടെ സെല്ലുലോസ് അല്ല, സിലിക്കയും മാംഗനീസും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലജെല്ല ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർ മെയിനായിട്ട് കാണിക്കുന്നത് ഒരു ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും. നമ്മുടെ ഈ അമീബസൊക്കെ കാണിക്കുന്ന പോലെ ഒരു ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും നമ്മുടെ ബാസിലാരോഫൈസയെ കാണിക്കുന്നത്. ഇനി അതിൻ്റെ സ്പേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലജെല്ലേറ്റ് ആയിരിക്കും, മോട്ടൈലായിരിക്കും. അതായത് 1 or 2 ടിൻസൽ ടൈപ്പായിട്ടുള്ള ഫ്ലജെല്ല ആയിരിക്കും അതിൽ കാണപ്പെടുന്നത്. പിന്നെ അതിൻ്റെ ക്രൊമാറ്റോഫോഴ്സിന് കവർ ചെയ്തിട്ട് 4 മെംബ്രെയിൻസ് ഉണ്ടായിരിക്കും. അതിൽ പിഗ്മെൻറ്റ്സ് ആയിട്ടുള്ള ക്ലോറോഫിൽ എ, ഇ, പിന്നെ ഫ്ലൂക്കോസാന്തിൻ, ഡയാറ്റോസാന്തിൻ ആൻഡ് ഡയാറ്റമിൻ ഒക്കെ കാണപ്പെടുന്നു. പക്ഷേ ഒരിക്കലും ക്ലോറോഫിൽ ബി കാണപ്പെടുന്നില്ല. നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ ഡയാറ്റംസ് എപ്പോഴും ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ ബ്രൗണിഷ് യെല്ലോ അല്ലെങ്കിൽ ഒരു ഒലീവ് ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരോട്ടിനോയിഡ്സിൻ്റെ എക്സസീവ് പ്രസൻസ് മൂലമാണ് ഇതിങ്ങനെ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ബ്രൗൺ പിഗ്മെൻറ്റേഷൻ ഓഫ് ഡയാറ്റമിൻ്റെ ആ ഒരു ബ്രൗൺ പിഗ്മെൻറ്റ് കാണപ്പെടുന്ന മൂലം ഇങ്ങനെ അവർക്ക് ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ ബ്രൗണിഷ് യെല്ലോ കളർ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ കയ്യിൽ മെയിനായിട്ടുള്ള റിസർവ് ഫുഡ്സ് എന്ന് പറഞ്ഞത് ഓയിൽസ്, ഗ്ലൂട്ടിൻ ആൻഡ് ല്യൂക്കോസിൻ ആണെന്നാണ് പറയുന്നത്. ഇനി അവരുടെ റീപ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ അവർക്ക് വെജിറ്റേറ്റീവ്, അസെക്ഷൽ, സെക്ഷൽ മെത്തേഡ്സിൽ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോസ്പോസും ഗ്യാമറ്റിക് മിയോസിസും ആണ് നടക്കുന്നത്. അപ്പോൾ അവരുടെ സൈസിൽ സെൽസിൽ റിഡക്ഷൻ നടക്കുന്നു. വെജിറ്റേറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് അവരുടെ സൈസിൽ റിഡക്ഷൻ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുന്നത് ഡയാറ്റമ, നാവിക്കോള, സിംബല്ല, ഡിപ്ലോണീസ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഡയാറ്റംസിൻ്റെ താലസ് എന്നാണ് പറയുന്നത്. അവരുടെ താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യൂണിസെല്ലുലർ ആയിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. പക്ഷേ ചില കണ്ടീഷൻസിൽ താലസ് യൂണിസെല്ലുലർ ആയിട്ടുള്ള താലസ് കൂടിയിട്ടൊരു കോളനി പോലെ ഫോം ചെയ്യും. അത് അവരുടെ കളറും ഷേപ്പിലും വേരി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ യൂണിസെല്ലുലർ ഡയാറ്റംസ് 2 ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒന്ന് ബയലാറ്ററൽ സിമെട്രി കാണിക്കുന്ന പിന്നേറ്റ് ഫോംസും പിന്നെ സെൻട്രിക് ഫോംസ്, അതായത് റേഡിയൽ സിമെട്രി കാണിക്കുന്ന സെൻട്രിക് ഫോംസും കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഈ ഒരു ഫീച്ചറിൻ്റെ ബേസിസിൽ നമുക്ക് ബാസിലാരോഫൈസിനെ നമുക്ക് 2 ഓർഡറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പെന്നേൽസും സെൻട്രേൽസും. പിന്നെ അവരുടെ താലസിൻ്റെ കളർ യൂഷ്വലി യെല്ലോ, ബ്രൗൺ, ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ ഒലീവ് ഗ്രീൻ നമ്മൾ മുന്നേ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് കെരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സും മെയിൻലി സാന്തോഫിൽസ്, അതായത് കെരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് ആയിട്ടുള്ള സാന്തോഫിൽസിൻ്റെ ഒക്കെ പ്രസൻസ് മൂലമാണ് ഇവരുടെ കളറിൽ ഇങ്ങനെ ഇത് വരുന്നതാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഷേപ്പ് ഓഫ് താലസ് ട്രയാങ്കുലർ ആവാം, സർക്കുലർ ആവാം, സെമി സർക്കുലർ, ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ബോട്ട് ലൈക്ക് ആവാമെന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് സെൽ വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെൽ ലൈക്ക് ആയിരിക്കും, ഓർണമെൻറ്റേഷൻ ഉണ്ടായിരിക്കും. ഹാർഡ് ആൻഡ് സ്ട്രോങ് എൻകേസ്മെൻറ്റ് കോൾഡ് ഫ്രസ്റ്റ്യൂൾ, ഷെൽ ഓർ ടിസ്റ്റ. അപ്പോൾ അവരുടെ സെൽ വോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെൽ ലൈക്ക് ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും, ഓർണമെൻറ്റേഷനൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഒരു സ്ട്രോങ് എൻകേസ്മെൻറ്റ് വെച്ചൊരു കവറിങ് ഉണ്ട്. അതിന് നമ്മൾ കോമൺലി പറയുന്നത് ഫ്രസ്റ്റ്യൂൾ, ഷെൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ എന്നാണ് പറയുന്നത്.
അതിൽ 2 ഓവർലാപ്പിംഗ് ഹാൾസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വാൾസ് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ തീക്കെ എന്നുകൂടി പറയുന്നു. അതായത് ഒരു സോപ്പ് ഡിഷിൻ്റെ 2 ഹാൾസ് അല്ലേ, അതുപോലെ ആയിരിക്കും അത് കാണാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അപ്പർ ഹാഫിനെ എപ്പിത്തീക്ക അല്ലെങ്കിൽ എപ്പി വാൾവ് എന്ന് പറയുന്നു. ലോവർ വണ്ണിനെ നമ്മൾ ഹൈപ്പോത്തീക്ക അല്ലെങ്കിൽ ഹൈപ്പോ വാൾവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എപ്പിത്തീക്ക എപ്പോഴും എന്താണ് ഹൈപ്പോത്തീക്കനേക്കാൾ കുറച്ചുകൂടി ഓൾഡർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഏജിൽ ഇത് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെൽ വോളിൻ്റെ ഔട്ടർ സർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുള്ളി സ്ക്ലപ്ചേർഡ് ആൻഡ് ഓർണമെൻറ്റഡ്, അതായത് നല്ലൊരു സ്ക്ലപ്ചർ പോലെ ഇരിക്കും, പിന്നെ ഭയങ്കര ഓർണമെൻറ്റേഷൻ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് ഉണ്ടാവും ഔട്ടർ സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ തീക്കയുടെ സെൽ വാൾ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ് ഉണ്ട്. ഒന്നൊരു വാൾ പ്രോപ്പറും ഉണ്ട്, ഒരു കണക്റ്റിംഗ് ബാൻഡും ഉണ്ട്. ഇനി വാൾ ഫോംസ് ദി മെയിൻ സർഫേസ് ആൻഡ് കണക്റ്റിംഗ് ബാൻഡ് റിപ്രസെൻറ്റ്സ് ദി എൻകർവ്ഡ് എഡ്ജ് അല്ലെങ്കിൽ മാർജിൻ. അപ്പോൾ വാൾവിൽ എന്താണ് മെയിൻ സർഫേസ് ഉണ്ടാക്കുന്നത് വാൾവാണ്. കണക്റ്റിംഗ് ബാൻഡ് റിപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഇൻകർവ്ഡ് ആയിട്ടുള്ള എഡ്ജിനോ അല്ലെങ്കിൽ ഒരു മാർജിനോ ആണെന്നാണ് പറയുന്നത്. ദി കണക്റ്റിംഗ് ബാൻഡ് ഓഫ് എപ്പിത്തീക്ക യൂഷ്വലി ഓവർലാപ്സ് ദി കണക്റ്റിംഗ് ബാൻഡ് ഓഫ് ഹൈപ്പോത്തീക്ക. ഹൈപ്പോത്തീക്കയുടെ ബാൻഡിനെ എപ്പോഴും ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ എപ്പിത്തീക്കയുടെ കണക്റ്റിംഗ് ബാൻഡ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ആ ഓവർലാപ്പിംഗ് റീജിയൻസ്, 2 കണക്റ്റിംഗ് ബാൻഡ്സ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് റീജിയൻസ് നമ്മൾ എന്ത് പറയുന്നു, ഗേർഡിൽ എന്നാണ് പറഞ്ഞത്. അതെപ്പോഴും യുണൈറ്റഡ് ആയിരിക്കും ഉണ്ടാവുക, അതെന്താണ് നമ്മൾ ഗേർഡിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്പറും ലോവർ പോർഷൻസും ഓഫ് ദി കണക്റ്റിംഗ് ബാൻഡ് ഇതാക്കുമ്പോൾ അല്ലെങ്കിൽ ഗേർഡിൽ നമ്മൾ റെസ്പെക്റ്റീവ്ലി നമ്മൾ പറയുന്നത് എപ്പിങ്ക്വിക്കുലം അല്ലെങ്കിൽ ഹൈപ്പോ സിഞ്ചുലം എന്നാണ് പറയുന്നത്. എപ്പി സിഞ്ചുലം അല്ലെങ്കിൽ ഹൈപ്പോ സിഞ്ചുലം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ലോങ്ങിറ്റ്യൂഡിനൽ ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിന് അതായത് എലോങ് ദി സെൻട്രൽ പാർട്ട് ഓഫ് ദി വാൾ ഇസ് നോൺ ആസ് റാഫെ. റാഫേൻ്റെ സെൻട്രൽ പാർട്ടിൽ ഒരു ലോങ്ങിറ്റ്യൂഡിനൽ ഗ്രൂവ് പോലത്തെ സംഭവമുണ്ട്. അത് നമ്മൾ എന്താ പറയുന്നു, റാഫെ എന്നാണ് പറയുന്നത്. അതിനെ എപ്പോഴും ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് അതിനെ എപ്പോഴും തടസ്സപ്പെടുത്തിക്കൊണ്ട് ചില തിക്നെസ് ഉണ്ടായിരിക്കും. ആ തിക്നെസ് നമ്മൾ പറയുന്നത് ന്യൂഡ്യൂൾസ് എന്നാണ് പറയുന്നത്. ചില കേസിൽ വാൾവ്സ് ഒന്നും എന്ത് ചെയ്യുന്നു, അതായത് മാർജിനും കടന്നിട്ട് എന്ത് ചെയ്യും, ചില ഔട്ട് ഗ്രോത്ത്സ് ഉണ്ടായിരിക്കുന്നു. അതിനെ നമ്മൾ പറയുന്നത് സീറ്റ എന്നാണ്. അപ്പോൾ ഇതാണ് ഒരു പിന്നുലേറിയ വിരിഡിസിൻ്റെ ട്രാൻസ്ഫർ സെക്ഷൻ എന്നാണ് പറയുന്നത്. എപ്പിത്തീക്ക ഉണ്ട്, വാൾവുലാർ പ്ലെയിൻ ഉണ്ട്, ഹൈപ്പോത്തീക്ക ഉണ്ട്, വാൾവ് ഉണ്ട്, വാൽവുലാർ ജാക്കറ്റ് ഉണ്ട്, ഗേർഡിലുണ്ട്, വാൾ പ്ലെയിന്, പിന്നെ വാൾവ്, റാഫയൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സെൽ വാൾ ഓഫ് ഡയറ്റംസ് എപ്പോഴും സെക്രേറ്റ് ചെയ്യുന്നത് പ്രോട്ടോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും. പിന്നെ അമോർഫസ് സിലിക്കൺ കോമ്പൗണ്ട് ഓഫ് ഫിസിക്കൽ നേച്ചർ ഈസ് നോട്ട് അൺഫുൾ. അപ്പോൾ അതെപ്പോഴും മോസ്റ്റ്ലി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അതായത് അമോർഫസ് സിലിക്കൺ ഉണ്ടായിരിക്കും. ആൻഡ് ഒരു കെമിക്കൽ കോമ്പൗണ്ട് അടിക്കേണ്ട അതിൻ്റെ അതിൻ്റെ പ്രസൻസ് എന്തിനാന്ന് ഇപ്പോഴും അൺനോൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, സിലിക്കൽ മെറ്റീരിയൽസിൻ്റെ ഒറിജിൻ ക്യാരക്ടറിസ്റ്റിക് മാർക്കിംഗ് കോൾഡ് സ്ട്രയ വിച്ച് ഈസ് വേരി ഇൻ സ്പീഷ്യസ്. അപ്പോൾ അതിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ, സിലിക്കൽ മെറ്റീരിയൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ എന്താണ്, സ്പീഷീസ് അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് സ്ട്രയ എന്നാണ്. അത് സ്പീഷീസ് അനുസരിച്ചിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. അതെപ്പോഴും ഒരു റേഡിയൽ സിമെട്രി സെൻട്രിക് ഫോംസിലും ഐസോബാലറ്ററൽ സിമെട്രി പെന്നേറ്റ് ഫോംസിലും ഈ സ്ട്രയയ്ക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടിപ്പിക്കലി നമ്മൾ സെൽ വാൾ ഓഫ് ഡയറ്റംസ് 2 പാർട്ടുണ്ട്. നെയിംലി ഇന്നർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പെക്റ്റിൻ മെംബ്രെയിനും ഒരു ഔട്ടർ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സിലിക്കൻ നമുക്ക് കാണാൻ പറ്റും. ആ സിലിക്കൽ പാർട്ടാണ് ഇത് ശരിക്കും നമ്മുടെ ആക്ച്വൽ ഫ്രസ്റ്റ്യൂളിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു എൻകേസ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ എൻകേസ്മെൻറ്റിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് ശരിക്കും ഈ സിലിക്കസ് പാർട്ടാണെന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് പ്രോട്ടോപ്ലാസ്റ്റ്. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താലസിലത്തെ ലിവിങ് പോർഷനാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പ്ലാസ്മ മെമ്പറയും സൈറ്റോപ്ലാസം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ സൈറ്റോപ്ലാസമത്തിൽ നമുക്ക് ലാർജ് വാക്യൂള്, സിംഗിൾ സെല്ലായിട്ട് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ്, സെൽ ഓർഗനൈസ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്, മൈറ്റോകോൺഡ്രിയ, ക്രൊമാറ്റോഫോഴ്സ്, ഗോൾഗി ബോഡീസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്രൊമാറ്റോഫോഴ്സിൻ്റെ നമ്പറും ഷേപ്സൊക്കെ എന്താണ് സ്പീഷീസ് അനുസരിച്ചിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ എന്താ പറയുക പൈറനോട്സ് കാണും, ചിലപ്പോൾ കാണൂല. പിന്നെ അതിനെന്താണ് ഒരു സ്റ്റാർച്ച് ഷെയ്ത്തിൻ്റെ പ്രസൻസ് പൈറനോട്സിന് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു ഇലക്ട്രോൺ മൈക്രോഗ്രാഫ് ഓഫ് എ ഡയാറ്റം സെൽ. ഡയാറ്റം സെല്ലിൻ്റെ ഇലക്ട്രോൺ മൈക്രോഗ്രാഫാണ് തന്നിരിക്കുന്നത്. സെൽ വോൾ ഉണ്ട്, ക്രൊമാറ്റോഫോർ, പൈറനോയിഡ്, വാക്യൂൾ, ന്യൂക്ലിയസ്, മൈറ്റോകോൺഡ്രിയ, ഗോൾഗി ബോഡീസ് ഒക്കെ എല്ലാം നമുക്ക് എല്ലാ സെൽ ഓർഗനൈസും അതിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്.
ഇനി ക്രൊമാറ്റോഫോറിൽ ഒരു സെൻട്രൽ മാട്രിക്സ് ഉണ്ടായിരിക്കും. അതിനെ കവർ ചെയ്തിട്ട് അതിനെ എൻവലപ്പ് ചെയ്തിട്ട് എന്താണ് 2 കോൺസെൻട്രിക് മെംബ്രെയിൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. എംബഡഡ് ഇൻ ദ മാട്രിക്സ് ഇസ് ദ ലാമെല്ലാർ സിസ്റ്റം, റൈബോസോംസ്. ആ മാട്രിക്സിൽ എന്തൊക്കെ എംബഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാമെല്ലാർ സിസ്റ്റം ഉണ്ടായിരിക്കും, റൈബോസോംസ്, DNA, RNA, സെവറൽ സിന്തറ്റിക് എൻസൈംസും പ്രോട്ടീൻ ഫാക്ടേഴ്സാണ് അതിൽ എംബഡ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി അതിൽ ലാമെല്ലാർ സിസ്റ്റത്തിൽ കുറേ പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നുണ്ട്. അതിൽ ക്ലോറോഫിൽ എയും ബിയും പിന്നെ കരോട്ടിനോയിഡ്സാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഓഫ് ക്ലോറോസിസ് സൂപ്പർസെഡഡ് ആൻഡ് മാസ്ക്ഡ് ബൈ കരോട്ടിനോയിഡ്സ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണ്, അതിനെ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് കരോട്ടിനോയിഡ്സ് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് ലോക്കോമോഷൻ. സെൻട്രിക് ഡയാറ്റംസ് ആർ നോൺ മോട്ടൈൽ. അപ്പോൾ അതെന്താണ്, സെൻട്രിക് ഡയാറ്റംസ് എപ്പോഴും നോൺ മോട്ടൈലായിരിക്കും ഉണ്ടാവുക. പെന്നേറ്റ് ഫോംസ് ആണ് കുറച്ചും കൂടി സ്ലോ അല്ലെങ്കിൽ ജെർക്കിങ്, ഗ്ലൈഡിങ് അല്ലെങ്കിൽ ക്രീപ്പിംഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്ന ഇങ്ങനെ അമോയിബോയിഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നത് പെന്നേറ്റ് ഫോംസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ കറണ്ട് ഉണ്ടാവില്ലേ, ആ വാട്ടർ കറണ്ടിൽ എന്ത് ചെയ്യുന്നു, സൈറ്റോപ്ലാസ്മിക് സ്ട്രീം ചെയ്യുന്ന സർഫേസ് ഓഫ് ദി സെൽ വാൾ. അപ്പോൾ സെൽ വാളിൻ്റെ ഇതിൽ ഈ ഒരു സൈറ്റോപ്ലാസ്മിക് സ്ട്രീം, അതായത് വാട്ടർ കറണ്ടിൻ്റെ എഫക്റ്റ് മൂലമാണ് എന്തുണ്ടാവുന്നത്, ഇങ്ങനെ ഒരു ലോക്കോമോഷൻ സാധ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ലോക്കോമോഷൻ എപ്പോഴും എന്താണ്, ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും ഉണ്ട്. അതായത് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിനോട് ഡയറക്റ്റ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഇതിൻ്റെ ലോക്കോമോഷൻ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇതിനടുത്താണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവർ മെയിനായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ് സെക്ഷൽ മെത്തേഡ്സിലാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോർ ഫോർമേഷൻ വഴി വളരെ റെയറായിട്ടാണ് കാണാൻ സാധിക്കുള്ളൂ. ഇനി എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെയിൻ നടക്കുന്നത് ഫിഷൻ വഴിയാണ്. അതായത് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ അതിൽ നടക്കുന്നത്. സെൽ ഡിവിഷൻ മെയിനായിട്ട് നടക്കുന്നത് നൈറ്റിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്ലെയിൻ ഓഫ് ഡിവിഷൻ ഈസ് ഓൾവേസ് റൈറ്റ് ആംഗിൾസ് ടു ദ മെയിൻ ആക്സസ് ഓഫ് ദ സെൽ. സെല്ലിൻ്റെ ആക്സസിനോട് കൂടിയിട്ട് റൈറ്റ് ആംഗിളായിട്ടായിരിക്കും എപ്പോഴും പ്ലെയിൻ ഓഫ് ഡിവിഷൻ സംഭവിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് സെൽ സൈസ് വളരെ നന്നായിട്ട് കൂടുന്നു. അതായത് എപ്പിത്തീക്കും ഹൈപ്പോത്തീക്കും എന്താണ്, അവരുടെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കാരിയോജെനസിസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിവിഷൻ അവിടെ നടക്കുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം സൈറ്റോകൈനസ് ഓർ പ്രോട്ടോപ്ലാസ്റ്റ് ക്ലീവേജ് ഒക്യൂസ് അലോങ് ദി മീഡിയം ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസ്. അപ്പോൾ മീഡിയം ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സൈറ്റോകൈനസ് അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസ്റ്റിക് ക്ലീവേജ് അവിടെ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിസൾട്ടിങ് ഡോട്ടർ പ്രോട്ടോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, എപ്പിത്തീക്കിനെ വിൽ ഒക്യുപ്പൈ ദി എപ്പിത്തീക്ക. അതിനെ എപ്പിത്തീക്ക ഒക്യുപ്പൈ ചെയ്യുന്നു. മറ്റേതിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹൈപ്പോത്തീക്കും ഒക്യുപ്പൈ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദി മിസ്സിംഗ് തീക്ക വിൽ ബി സൂൺ സെക്രേറ്റഡ് ബൈ ഈച്ച് പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പോൾ ആ മിസ്സിംഗ് തീക്ക എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോട്ടോപ്ലാസ്റ്റിനെ സെക്രേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ദ ന്യൂ തീക്ക ബിക്കംസ് ഹൈപ്പോത്തീക്ക ഇൻ ഈച്ച് ഡോട്ടർ സെൽസ്. അപ്പോൾ പുതിയ തീക്ക എന്തായിട്ട് മാറുന്നു, ഓരോ ഡോട്ടർ സെൽസിലും ഒരു ഹൈപ്പോത്തീക്കയായിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ക്യൂരിയസ് ദ ഡോട്ടർ സെൽസ് ഹാസ് റിസീവ്ഡ് ദ പാരൻറ്റ് എപ്പിത്തീക്ക. അപ്പോൾ ഡോട്ടർ സെൽസിന് എപ്പോഴും പാരൻറ്റ് എപ്പിത്തീക്കാണ് റിസീവ് ചെയ്യുന്നത്. വിൽ അറ്റൈൻ ഓൾമോസ്റ്റ് ദ സെയിം സൈസ് ഓഫ് ദി പാരൻസ്. അത് ഏകദേശം എന്താണ്, പാരൻറ്റ് സൈസിന് അതേ സൈസായിരിക്കും ഉണ്ടാവുന്നത്. whereas the daughter cells that has received the parent hypotheca will be slightly smaller in size. അപ്പോൾ പാരൻറ്റ് ഹൈപ്പോത്തീക്കയ്ക്ക് ഡോട്ടർ സെൽസിനെ റിസീവ് ചെയ്തതിന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്മോളർ ഇൻ സൈസ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡയാറ്റംസ്. ഇതാണ് കോമൺലി നമ്മൾ കാണപ്പെടുന്ന ഡയാറ്റംസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ആ സ്ട്രക്ചറും ഷേപ്പൊക്കെ കണ്ടാൽ അറിയാം, അത് കുറച്ചും കൂടി നല്ല ഓർണമെൻറ്റേഷൻ പിന്നെ ഒരു എൻകേസ്മെൻ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ഡയാറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഫസ്റ്റ് വരുന്നതാണ് സെൻട്രൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർഡർ പറഞ്ഞു, 2 ഓർഡേഴ്സാണുള്ളത്. ഒന്ന് സെൻട്രൈൽസും ഒന്ന് പിന്നിയൽസും. ഒരു സെൻട്രിക് ഷേപ്പുള്ള കാരണം നമ്മളതിന് സെൻട്രൈൽസ് എന്ന് പറയുന്നു. ഒരു പിൻ ഷേപ്ഡ് പോലെയുള്ള കാരണം നമ്മളെ പിന്നിയൽസ് എന്ന് പറയുന്നത്. താങ്ക് യു.